ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 2ഓ 3ഓ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചും ഒക്കെ നമുക്ക് ഇതിൽ വ്യത്യാസം വരുത്താനായിട്ട് എത്ര പഴം വേണേലും എടുക്കാവേ. ഞാൻ 2 നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഇതാ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പാൻ വെച്ചു. കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യാണ് ഇതിൻ്റെ മെയിൻ സാധനം, ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് എന്താ പറയണ്ടേ, കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്തേന് നമുക്കിനിയും ചേർക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ. കുറച്ച് തേങ്ങ മതി, ഒത്തിരി ഒന്നും വേണ്ട. കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അതിൻ്റെയും കൂടെ കളറൊന്നും, തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറച്ചൊന്ന് വാടി വന്നാൽ മതി. ആ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ചൂടാവുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് കുഴയാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇത് കുഴഞ്ഞ് വരണം. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടത് റവയാണ് കേട്ടോ. കുറച്ച് റവ, ഒരു 1/2 ഗ്ലാസ്സോ വല്ലതും റവ ഇട്ടാൽ മതി. ഞാൻ അത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ദാണ്ട കുഴച്ചിത് കണ്ട ഒരു മാവ് പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ വയ്ക്കുക. അതിൻ്റെ ചൂടൊന്നും ആറട്ടെ. അപ്പോൾ ഇത് നമുക്ക് മുക്കി നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണേ. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കുറച്ച് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് കട്ടില്ലാണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു നമ്മുടെ ഇഡലി മാവിൻ്റെയൊക്കെ ആ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ. ഒത്തിരി ലൂസും ആവില്ല, ഒത്തിരി ടൈറ്റും ആവാത്ത രീതിയിൽ നമ്മളൊരു കുഴച്ചെടുക്കുക. നമ്മുടെ ഈ ഏത്തപ്പഴ കൂട്ടിനെ നമ്മളിത് ലഡു പോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ എണ്ണ ചൂടാവാനും അതുപോലെ തന്നെ ചായയും വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഓരോ ബനാന ബോൾസിനെ എടുത്തിട്ട് ഈ ബാറ്ററി മുക്കിയിട്ട് ഞാൻ എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ട്രിപ്പ് പൊരിച്ചെടുക്കുന്ന കേട്ടോ കാണുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ ആൻഡ് ഈസി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറി പലഹാരങ്ങളൊക്കെ നമ്മളെപ്പോഴും കൊടുക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അത് കഴിക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് ഞാൻ കഴിച്ചായിരുന്നു, സൂപ്പറായിരുന്നേ.